നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ പോലീസിനെ അറിയിക്കുകയാണ്. അല്ല, സാധാരണ അറിയിക്കുന്ന നമ്പർ അറിയും. നിങ്ങൾക്ക് എല്ലാവർക്കും പോലീസ് സ്റ്റേഷൻ നമ്പർ അറിയോ? മിക്കവർക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയില്ല. ഏതാ നമ്മളെ പോലീസ് സ്റ്റേഷൻ ലിമിറ്റ് എന്ന് അറിയോ? ഇല്ല. ഇങ്ങനെ പണ്ട് നമ്മൾ പറയും 100 വിളിച്ചാൽ പോലീസ് വരുന്നുണ്ട് അല്ലേ? ആ നമ്പറിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ നമ്പർ ചെറിയൊരു മാറ്റമുണ്ട്. 112 വിളിക്കുക, 112 വിളിക്കുക. കാരണം ഇന്ന് 10 നമ്പർ ഓർക്കാൻ ആർക്കും അല്ലേ? സ്വന്തം ഭർത്താവിൻ്റെ നമ്പറാണെങ്കിൽ മൊബൈൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക, പേരായിരിക്കും വെച്ചിരിക്കുക. അപ്പോൾ ഈ നമ്പർ ചോദിച്ചാൽ ഫോണൊന്ന് മിസ്സായാൽ അവർക്ക് കിട്ടില്ല. കാരണം ഡയലിംഗ് സിസ്റ്റം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ബൈഹാർട്ട് ചെയ്യും. പക്ഷെ ഇന്ന് മൊബൈൽ സേവ് ചെയ്യുന്നതുകൊണ്ട് ആരുടെ നമ്പർ ആർക്കും ഓർമ്മയില്ല. എൻ്റെ രണ്ടാമത്തെ ശമ്പളം നെക്സ്റ്റ് 5-ന് വരുന്നുണ്ട്. അത് 8000 രൂപ ഈ കോളനിക്ക് വേണ്ടി, ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കും. വളരെ സന്തോഷം. നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങളുടെ അനിയനായിട്ട് ഒരു മകനെ പോലെ കണ്ട് എന്തും എന്നോട് സംസാരിക്കാം. നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്ത് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അത് ഗ്രൂപ്പിൽ ഷെയർ ആക്കുന്നുണ്ട്. മാക്സിമം ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ആക്കിയാൽ നിങ്ങൾക്കും കുറേ ഉപകാരങ്ങളുണ്ടാവും. എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല, ഒരു കൗൺസിലിനെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊന്ന് ഇട്ടാൽ മതി. നിങ്ങൾക്ക് 15 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. നിങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരിഹാരം കാണാം. കോളനി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ വിരുന്നും നടത്തി. ഒലവക്കോട് KP കേശവമേനോൻ കോളനിയിൽ അടിയന്തര യോഗം ചേർന്ന് നടത്തിയ കോളനി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും ഇഫ്താർ വിരുന്നും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. സുധീർ ഉദ്ഘാടനം ചെയ്തു. സൈബർ തട്ടിപ്പുകൾ, തസ്കര ശല്യം, കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം എന്നിവ എങ്ങനെ തടയാം എന്ന വിഷയങ്ങളിൽ അദ്ദേഹം ക്ലാസ് എടുത്തു. കോളനിയിൽ CC ക്യാമറകൾ സ്ഥാപിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. പ്രസ്തുത ഫണ്ടിലേക്ക് തന്റെ 1 മാസത്തെ ശമ്പളം നൽകാമെന്ന് മുഖ്യ അതിഥിയായി എത്തിയ 1-ാം വാർഡ് കൗൺസിലർ BM ഷിഹാബുദ്ദീൻ പറഞ്ഞു. പ്രസിഡന്റ് SM നിസാർ അധ്യക്ഷനായി. സെക്രട്ടറി ബേബി ശ്രീകല സ്വാഗതവും TM അഹമ്മദ് സാജിദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഇഫ്താർ വിരുന്നും ഉണ്ടായി. ഭരണസമിതി അംഗം സുജിത റഹ്മാൻ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം മാരേജ് ബ്യൂറോ, അയ്യപ്പുരം, പാലക്കാട്. സേവനത്തിൻ്റെ 28-ാം വർഷം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.